ഹായ്, വെൽക്കം ടു മൈൽസ് ടു ഗോ യൂസ്. ഇന്ന് ഞങ്ങളിവിടെ കാണിക്കാൻ പോകുന്നത് ന്യൂജേഴ്സിയിലുള്ള ഒരു കൃഷിത്തോട്ടമാണ്. ഞങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് സാം ജേക്കബിൻ്റെ വീട്ടിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ പുള്ളിയോട് ചോദിച്ചു തന്നെ നമുക്കറിയാം. ഇവിടുത്തെ വലിയൊരു കൃഷിക്കാരനാണ് സാം ജേക്കബ്. ഇതാണ് ഞങ്ങൾ പറഞ്ഞ സാം ചേട്ടൻ, ന്യൂജേഴ്സി താമസിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ സ്ഥലത്തോട്ട് നമുക്ക് ഇറങ്ങാം. എനിക്ക് ഒരൊറ്റ കാര്യം മാത്രമേ ചോദിക്കാറുള്ളൂ. കാരണം ഈ 5-6 ദിവസം ഇവിടെ ജോലി ചെയ്യാൻ നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഈ സമയം എങ്ങനെ കിട്ടുന്നു? അത് വലിയ ഇതാണ്. ഇന്ന് രാവിലെ 7 മണിക്ക് ഇവിടെ ഇറങ്ങിയതാണ്. അത് ഇന്നത്തെ ചൂട് ഭയങ്കരമാണ്. ഇനി വൈകിട്ടിനി ഒരു 5 മണി തൊട്ടൊരു 8 മണി 9 മണി വരെ വെള്ളവും ഒഴിച്ച് ഇത് ചെയ്തെങ്കിൽ മാത്രമേ ഇത് കിട്ടൂ. എങ്ങനെ ഇതിൻ്റെ കാര്യം? രാവിലെയും വൈകിട്ടും വെള്ളം ഒഴിക്കും? 2 നേരം ചൂടിൻ്റെ അനുസരിച്ച്. അപ്പോൾ ഈ ജോലിയുടെ ഇടയ്ക്ക് ഇതൊക്കെ പറ്റുന്നുണ്ടോ? അതോ വൈഫ് സഹായിക്കുന്ന? വൈഫ് ഇടയ്ക്ക് ഇത് ഇപ്രാവശ്യം വൈഫിന് സുഖമില്ല, അതുകൊണ്ട് എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഇത് ചെയ്യുന്നുണ്ട്. ഇപ്രാവശ്യം കുറവാണ് തന്നെയല്ല. ഇതിപ്പം ഇതുണ്ട്, മറ്റേ പടവലങ്ങ 2 ടൈപ്പായിട്ട്. മറ്റേ എല്ലാം നീളമുള്ള പടവലങ്ങ ആയിരുന്നു. അത് ഇത് ചെറിയ പടവലങ്ങ. ഇത് പല പ്രാവശ്യമാണ്. ഈ വർഷത്തെ വെതർ ഒന്നാമത് വളരെ മോശമായിരുന്നു അമേരിക്കയിൽ. ഇതുപോലെ ആർക്കും ഇങ്ങനെ. പിന്നെ ഇത് കണ്ടില്ലേ, പുറത്തോണ്ടില്ല ടൊമാറ്റോ ഒക്കെ പഴുത്ത് കിടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ആകെ 5 മാസം ചൂടുള്ളിടത്ത് 5 മാസം ഇവിടെ കിട്ടും. 5 മാസം പോലും കിട്ടുന്നില്ല. അപ്പോൾ 3 മാസമേ ശരിക്കും കിട്ടുന്നുള്ളൂ. ഇപ്രാവശ്യം ജൂൺ അവസാനം വരെ ഇതായിരുന്നു. ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ പകുതി ആകുമ്പോഴത്തേന് ഇതായി പോകുന്നുണ്ട്. ഇതെന്തോ ഇതിനുള്ള വളം എന്തൊക്കെയാണ്? വളം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഒരു വളവും ഇപ്രാവശ്യം ഞാനൊന്നും ഇട്ടിട്ടില്ല. ഒരു പാക്കറ്റ് എല്ലുപൊടി മേടിച്ചിട്ട്, പിന്നെ ഈ കഴിഞ്ഞ 2 വർഷം കൃഷി ഇല്ലായിരുന്നുകൊണ്ട് വീട്ടിലെ നമ്മുടെ വരുന്ന വേസ്റ്റ്, മീൻ വെട്ടുന്നതിൻ്റെ, ഞാനിപ്പോൾ ആ ബക്കറ്റിൽ കാണിക്കാം, അതുകൊണ്ട് കുഴിച്ചിട്ടിട്ട് ഇതിൻ്റെ മേളിലാണ് ഓരോന്ന് കൊണ്ട് വെക്കുന്നത്, എടുക്കുന്നത് എല്ലാം. ഇവിടെയുള്ള കൃഷിക്കാർക്ക് തന്നെ ഒരു ടിപ്പ് കൊടുക്കാനുള്ളത്, ഇങ്ങനെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ? ഇങ്ങനെ ഉണ്ടാകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അസാധ്യമായ ഒരിതാണ്. ഇതുപോലൊരു പന്തൽ നമ്മൾ ഇവിടെ ഇടണമെന്നുണ്ടെങ്കിൽ ഒരു $10,000 ഇതാകും. ഇതേ കിടന്ന് പുഷപ്പ് ചെയ്താലും ഈ പന്തൽ അത്ര സ്ട്രോങ് ആ പന്തൽ. ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഇലക്ട്രിക്കൽ കമ്പനി ടോമാർക്കിന് വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഡിമോളിഷൻ ചെയ്യുന്ന പൈപ്പ് കൊണ്ട് ഗാർബേജ് കളയുന്നത്. ആ പൈപ്പ് എടുത്തിട്ടിട്ടാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. ഇത്രയും സാധനം മേടിക്കണമെങ്കിൽ ഇപ്പോൾ ഈ ഒരു പൈപ്പിന് തന്നെ ഏതാണ്ട് $35 ഉണ്ട്. ഇത് ഗാർബേജ് കളയുന്ന പൈപ്പ് എടുത്തുകൊണ്ട് ഇവിടെ കൊണ്ട് ഇങ്ങനെ ഇട്ടിട്ടാണ് ഇത് കണ്ടത്. ഇതൊക്കെ എത്ര നമ്മൾ ചാടിയാലും അത്രയ്ക്ക് സ്ട്രോങ് ആണ്. ഓക്കെ, എല്ലാം
അപ്പം കർഷകശ്രീ എത്ര പ്രാവശ്യം കിട്ടി ഇവിടെ? അത് ന്യൂയോർക്കിൽ നിന്ന് കർഷകശ്രീ കിട്ടിയത് ഒരു പ്രാവശ്യം. ഇതുപോലെ അവർ ഇത് കണ്ടിട്ട് എന്നെ വിളിച്ച് അന്ന് ഏഷ്യാനായിട്ട് എടുത്ത ഇതിട്ടതിൻ്റെ പേരിൽ അവരെന്നെ വിളിച്ചിട്ട് ചോദിച്ചിട്ട് ഒരു പ്രാവശ്യം. ഇതെങ്ങനെ ഇത് നമ്മൾ കൊണ്ട് വിൽക്കുന്നു? ഇല്ലില്ല, വിറ്റ് കഴിഞ്ഞാൽ ഈ ഒരു സാധനത്തിന് ഇപ്പം ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒന്നാമത് മലയാളി കടകളുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ ഇവിടെ കൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 99 സെൻറ്റ് ഒരു പൗണ്ടിന് തരും. ഇവർ വിൽക്കുന്നത് 4.99. അതുകൊണ്ട് ജീവിതത്തിൽ ഞാൻ ഇനി കൊടുക്കത്തില്ല. ജീവിതത്തിൽ ഫ്രീ ആയിട്ട് കൊടുക്കും. ആർക്ക് വേണേലും ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കും. ആർക്ക് വേണേലും ഫ്രീ ആയിട്ട് ഇത് കൊടുക്കും. അല്ലാതെ ഇനി $1 പോലും ഒരു പൗണ്ട് പോലും ഞാൻ പൈസയ്ക്ക് വിൽക്കത്തില്ല. കാരണം ഒരു പ്രാവശ്യം എനിക്ക് ഇവിടെ ഒരു ഇതുണ്ടായിരുന്നു പാപ്പിടി. അത് ഇത് ഒരു പ്രാവശ്യം പറിച്ചപ്പോൾ അത് 23 പൗണ്ട് കൊണ്ട് എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം കുറച്ച് മെഴുക്ക് പുരട്ടി തോരൻ വെച്ചു. അത് ഞാനിവിടെ പട്ടേൽ പ്രദേശത്ത് കൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ 23 ഓർഡർ എനിക്ക് തന്നു. അവർ വിൽക്കുന്നത് 4.99 അത് വിറ്റത്. അതിന് ശേഷം ഞാനിനി ജീവിതത്തിൽ എനിക്കൊരു മണിക്കൂറിന് പോയാൽ 10, 30, 40 ഓർഡർ മിനിമം അത് കിട്ടും. പറിച്ചെടുക്കാൻ തന്നെ 3 മണിക്കൂർ. ഇപ്രാവശ്യം അതുകൊണ്ട് അത് ഇട്ടിട്ടുമില്ല. അതെല്ലാം ഫ്രീ ആയിട്ട് പോകുമായിരുന്നു. 100%. ഇങ്ങനെയാണ് വേസ്റ്റ്. ഇത് കണ്ടോ, ഇപ്പം നാശമാണ് വീട്ടിൽ വരുന്ന ഈ പ്രാവശ്യം റെക്കോർഡ് എല്ലാം എനിക്കൊരു കാര്യം ചോദിക്കാനുള്ള, ഈ 7 കടലും കടന്ന് ഇവിടെ നമ്മൾ ഇന്ത്യയിൽ നിന്ന് ഇവിടെ വന്നു, എനിക്ക് വന്നിട്ട് ഇത്രയും ഈ ഇതിനകത്ത് ഇത്രയും ഇൻസ്പിറേഷൻ ആകാനുള്ള കാര്യം എന്നാ? ഇങ്ങനെ ചെറുപ്പകാലം തൊട്ട് 86 തൊട്ട് 86 തൊട്ട് കൃഷി ആയിരുന്നു ഞങ്ങൾക്ക്. പമ്പയാറും കല്ലാറും കൂടെ ചേർന്ന സ്ഥലത്ത് കുറേ ഇതുണ്ടായിരുന്നു. അവിടെ അന്ന് എള്ള് കൃഷിയുണ്ട്. അങ്ങനെ ഓരോരുത്തർ കൃഷി ചെയ്യുന്ന കണ്ടു കഴിഞ്ഞിട്ട് അവിടെ ആദ്യം ചെറിയ രീതിയിൽ തുടങ്ങി. അപ്പം ആറ്റുമട്ടിലായപ്പോൾ അവിടെ ഇഷ്ടംപോലെ എക്കൽ വന്ന് അടിയുന്ന സ്ഥലമായിരുന്നു. രാവിലെയും വൈകിട്ട് അന്നേരം പിന്നെ വൈകിട്ടേ അവിടെ വെള്ളം ഒഴിക്കും. ആദ്യം വെണ്ട തുടങ്ങി, പിന്നെ പാവൽ പടവലം. അത് ഒരു ഭയങ്കര സംഭവമായിട്ടാണ് മാറി ചെറുപ്പത്തിൽ അന്ന് തൊട്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേന് കുറേ പിള്ളേർ വരും. പിന്നെ ക്രിക്കറ്റ്, അന്ന് കിളിത്തട്ട, ഫുട്ബോള് കാര്യങ്ങൾ. അത് കഴിഞ്ഞ് ആറ്റുവഞ്ചി എന്ന് എടുത്ത് ആറ്റിലോട്ട് ചാടി മറിഞ്ഞെടുത്ത ആ ഒരു പാരമ്പര്യമുണ്ട് ചെറുപ്പകാലം തൊട്ട്. പിന്നെ ഒരു കൈപുണ്യമുണ്ട്. എന്തോ കൊണ്ട് വെച്ചാലും ആ ഒരു. പിന്നെ ഈ പക്ഷികളുടെ ശല്യമില്ല നാട്ടിലെ പോലെ ഇവിടെ? ഇവിടെ അങ്ങനെ ദൈവകൃപയാലൊന്നുമില്ല. പിന്നെ ഇതുണ്ട്, മാന അപ്പുറത്ത് ഫ്രണ്ട് വരുമായിരുന്നു. മാന തിന്നിട്ട് ഗ്രൗണ്ട് വോക്ക് ഉണ്ട്. അത് പിന്നെ ഈ ഇടയ്ക്കിടയ്ക്ക് നോക്കിയിരിക്കണം ഇവിടെ. അല്ലാതെ മറ്റ് കീടങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇതില്ല. ഇതിനെ ഇപ്രാവശ്യം ഞാൻ മിറക്കൽ ഗ്രോ പോലും ഇന്ന് ഇട്ടിട്ടില്ല. എല്ലുപൊടി മേടിച്ചു, ഒറ്റ പാക്കറ്റ് എല്ലുപൊടി മേടിച്ചത്. അത് മാത്രം, അതിൻ്റെ ഭാഗം മൊത്തം ഇത്രയത്തിന്. പിന്നെ ഇപ്രാവശ്യം വെള്ളത്തിന് എനിക്ക് ഭയങ്കര പൈസ ആകുന്നുണ്ട്. ഇത്രയും വെള്ളം ഒഴിച്ച് വരുമ്പോഴത്തേന് നല്ലൊരു എമൗണ്ട് അതേ ഉള്ളൂ എനിക്ക് ചിലവ് വരുന്നത്. ഈ പന്തലൊക്കെ ഞാൻ പെർമനൻ്റ് ആയിട്ട് ഇട്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു വീടുണ്ട്, അവിടെ പോയിട്ട് മുള വെട്ടി ഇത് കൊണ്ട് നാട്ടിയെടുത്ത്
അടുത്ത പ്രാവശ്യം ഇനി ഇതിനെ മുഴുവൻ മുളക് ഇട്ടേലേ പറ്റത്തുള്ളൂ. കാരണം ഇത്രയും ചൂട് വരുമ്പോൾ ആണ്ട് വാടുന്നത് ഈ കമ്പി ചൂടാകുന്നുണ്ട്. എടുത്തത് കുമ്പളങ്ങ മാത്രമേ ഉള്ളൂ ഇപ്രാവശ്യം ഇല്ലാതായിപ്പോയത്. ബാക്കിയെല്ലാം ഞങ്ങൾക്ക് ഇവിടെ വരാൻ ഒരു അവസരം തന്നു. അതുപോലെ തന്നെ നാട്ടിൽ പോയൊരു ഫീലാണ് ഈ പച്ചക്കറിത്തോട്ടം കാണുമ്പോൾ തന്നെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഇത്രയും കാര്യങ്ങൾ അത് ഈ കുറച്ച് ഒരു ചെറിയൊരു ചൂട് കിട്ടുന്ന സമയത്ത്, അതായത് ഒരു 3 മാസം അല്ലെങ്കിൽ 3.5 മാസം മാക്സിമം ചൂട് കിട്ടുന്ന ഒരു സമയത്ത് അത് ഇത്രയും ഇത് എന്തോ പറയണ്ടേ, എനിക്ക് പറയാൻ തന്നെ വാക്കുകളില്ല. നാട്ടിലുള്ള ആൾക്കാരൊക്കെ ഇപ്പം ഭയങ്കര മടിയന്മാരായിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് വേറൊരു അന്യ രാജ്യത്ത് വന്നിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന ഒരു മനുഷ്യൻ. അപ്പം അത് റിയലി ഹാറ്റ്സ് ഓഫ് യു. ഓരോ ദിവസം മടി പിടിച്ചു വരുമോ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ആന്ധ്രയിൽ നിന്നും വരുന്ന വിഷമടിച്ച പച്ചക്കറി മേടിച്ച്. അതിനാണ് ഈ ക്യാൻസർ ഒരു 50% ഒഴിവാക്കാൻ പറ്റും. അവനവൻ്റെ വീട്ടിൽ വരുന്ന വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ വെട്ടുന്ന ഇത് മുട്ടത്തോട് ഇതെല്ലാം കൊണ്ട് ഓരോ കുഴി കുഴിച്ച്, അല്ലെങ്കിൽ ടെറസ് ഉണ്ടെങ്കിൽ ശരിയാണ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ പന്നി അല്ലെ പന്നിയിലെയോ ഇത് എടുത്തുകൊണ്ട് പോകും. ഗ്രോബാഗ് അല്ലെങ്കിൽ ഇതുപോലുള്ള പെയിന്റ് ബക്കറ്റുകൾ, ആ ബക്കറ്റിനകത്തോട്ട് നിറച്ചിട്ട് കുറച്ച് മണ്ണും ചാണകപ്പൊടി അല്ലെ ചാരം ഇഷ്ടംപോലെ ഇതുണ്ട്. അവനവന്റെ വീട്ടിലേക്കുള്ള പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാൻ നാട്ടിൽ ഈസി ആയിട്ട് പറ്റും. പിന്നെ വേറെ കാര്യമുണ്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ അത്ര എനിക്ക് വളക്കൂർ ഭയങ്കര വളക്കൂറുള്ളത് വളം നമ്മൾ ആക്കി എടുക്കുന്നതാണ്. ഇത് പറഞ്ഞില്ല ഓരോ ഇപ്പം ഞാൻ നവംബർ ആകുമ്പോൾ ഒരു 10-30 കുഴി മറ്റിവിടെ ഈ ഫാം മാർക്കറ്റ് ഉള്ളപ്പോൾ ഞാൻ മീൻ മേടിക്കാൻ പോകുമ്പോൾ ഇതുപോലൊരു ബക്കറ്റും കൊണ്ട് പോയിട്ട് ആ മീൻ വെട്ടുന്ന വേസ്റ്റുകൾ മുഴുവൻ അതിനകത്ത് കുഴിച്ചു. ഇവിടെ പിന്നെ അങ്ങനെ വലിയ മറ്റ് ശല്യങ്ങൾ ഗ്രൗണ്ട് വർക്ക് മാത്രമേ ഉള്ളൂ. അത് അല്ലാതെ അങ്ങനെ പിന്നെ കുഴിച്ചിട്ടിട്ട് മണ്ണെടുത്തിട്ടിട്ട് അതിൻ്റെ മേളിൽ കൊണ്ടുവന്നാണിത്. ഇതിപ്പോൾ നവംബർ അവസാനമാകുമ്പോൾ നയമായിട്ട് വളമോ കാര്യങ്ങളോ ഒന്നും പന്തലിന് എനിക്ക് ഈ വർഷം 5 പൈസയുടെ ചിലവില്ല. ആ പാടെ എനിക്ക് 2 പാക്കറ്റ് ഒരു മീറ്റ് മോസ് മേടിച്ചതിനും എല്ലാം കൂടി എനിക്കൊരു $50 താഴെ ചിലവ്. ഇത് തന്നെയല്ല, ഇത് ചെയ്യാനുള്ള ഒരു മനസ്സ് ഏറ്റവും വലിയ, അതൊരു ഭയങ്കര എഫോർട്ട്. നമ്മൾ എഫോർട്ട് കൊടുത്താൽ മാത്രമേ നമുക്ക് തീർച്ചയായിട്ടും തന്നെയല്ല ഇത് കിളയ്ക്കണം. കിളച്ച് എടുത്ത് അല്ലെ കുഴിയെടുത്ത് പിന്നെ ഇതിനിടെ കള പറിക്കണം. ഇത് ഒച്ച പുല്ല് ഇതെല്ലാം പറിച്ചെടുത്ത് ഈസി അല്ല ഇത്. പിള്ളേരെ നോക്കുന്ന പോലെ നോക്കിയെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ. അപ്പം ഇത്രയും നേരം ഞങ്ങൾക്ക് വേണ്ടി സമയം ചെലവാക്കിയ സാം ജേക്കബിനോടും കുടുംബത്തോടും ഉള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ താങ്ക്സ് ഫോർ ഷെയറിങ് യുവർ എക്സ്പീരിയൻസ്. നിങ്ങൾ വന്നതിൽ അതിനെക്കാട്ടി സന്തോഷം. ഇന്നുമായിട്ട് ഏഷ്യാനെറ്റും 24 ചാനലും വരുന്നുണ്ട്. അവരും ഷിജോ പൗലോസും മധു കൊട്ടാരക്കരയും കൂടെ. ഓക്കെ, സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു സോ മച്ച്.